അവയവദാനമല്ല ഞാൻ ചെയ്തത്, ബോഡി മൊത്തം, ബോഡി ഫുള്ള് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ. സാഞ്ചേട്ടാ നമസ്കാരം. സാഞ്ചേട്ടാ നമ്മൾ ഒരു ഡ്രസ് ഒക്കെ ആണല്ലോ, സൂപ്പർ ആണല്ലോ അല്ലേ? നമ്മൾ ഭയങ്കര മനപ്പൊരുത്തം. എന്ന് വേണ്ട. സാഞ്ചേട്ടൻ ഒരു ബ്ലഡിന്റെ കോർഡിനേറ്റർ ആണ്. അതിലുപരി ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, മരണശേഷം ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതപത്രമൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞു. പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷവും അഭിമാനവുമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ. നമ്മളൊരു സുപ്രഭാതത്തിൽ നമുക്ക് വെളിവ് കേട്ടിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ. നമ്മളിത് എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യണമെന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഞാൻ എൻ്റെ പണ്ട് മുതലേ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ 97-ലാണ് 98-ലാണ് കണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുന്നത്. എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു ഒരു പ്രായമുള്ള ഒരാളാണ് കൊടുക്കുന്നത്. അപ്പം അന്ന് ചെല്ലാമെന്ന് ചോദിച്ചു, ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ 98 തൊട്ട് ഇന്ന് വരെ ബ്ലഡ് കൊടുത്തു. 78 പ്രാവശ്യം ബ്ലഡ് കൊടുത്തുള്ളതാണ് ഞാൻ. ചേട്ടനെ ആകെ 78 തവണ ഇതുവരെ കൊടുത്തിട്ടുണ്ട്, രക്തം ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കൂടെ ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. കാരണം നമ്മൾ കൂടുതൽ ഇതിനായിട്ട് വരുന്നത്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരാളെ നമ്മളെ വിളിക്കുന്നു, നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഉറപ്പുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കിട്ടും എന്നുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുന്നത്, നമുക്ക് ആര് വിളിക്കുന്നു അവരുടെ നമ്പർ സേവ് ചെയ്യും, അവരെ കൊണ്ട് ഞാൻ പ്രേരിപ്പിക്കും. കാരണം നമ്മുടെയൊക്കെ ഒരാവശ്യം വന്നപ്പം, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങൾ ഇടപെട്ടു. അപ്പോൾ ഞങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളും വരണം. അയ്യോ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അവരെ കൂടെ പ്രേരിപ്പിക്കുക. രക്തദാനത്തിന് വേണ്ടി നമ്മളവരെ ഫുള്ളും പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവയവദാനമല്ല ഞാൻ ചെയ്തത്, ബോഡി മൊത്തം, ഫുള്ള് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇത് അവർക്ക് പിന്നെ MBBS പഠനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ചിന്തിച്ചൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, അതെനിക്ക് 2000 ആയപ്പോഴാണ്, നമ്മളെ ഈ ബോഡി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, എത്ര പന്ന ആൾക്കാരായാലും എത്ര നല്ല ആൾക്കാരായാലും, ഒന്ന് മരിച്ചു കഴിയുമ്പോൾ ആദരാഞ്ജലി പറയാനും അനുശോചനം പറയാനും നമ്മളെ പറ്റി പോയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്തുവാ, കൊണ്ടുവന്ന് മണ്ണിൽ വെക്കുന്നു, അത് കത്തിച്ചു കളയുന്നു. ഒരു ഉപയോഗം വരുന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചു. വൈഫ് അത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. പപ്പയും അച്ഛനും അമ്മയും അനിയന്മാരും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യയും മക്കളും സപ്പോർട്ടാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കുടുംബത്തിലെ സപ്പോർട്ട് വേണം. നമ്മളിപ്പം എഗ്രിമെന്റ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ അനാട്ടമി വിഭാഗമായിട്ട് ഭാര്യയുടെ മക്കളുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, നമുക്ക് ബോഡി കൊടുക്കാം. പ്രേരിപ്പിക്കുന്നുണ്ടോ ആൾക്കാരെ? തീർച്ചയായിട്ടും. ഞാൻ ചെയ്യട്ടെ. അതിൽ ഞാൻ മുമ്പേ പറഞ്ഞത്, നമുക്ക് ഒരാൾ ബ്ലഡിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നമ്പർ ചെയ്തിട്ട് അവരെ പ്രേരിപ്പിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത്, അപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. കാരണം എന്നാലേ ഒരു റൗണ്ടിങ് വരത്തുള്ളൂ. ഞാനേ രക്തദാന കോർഡിനേറ്റർ എന്ന് പറയാം. ഞാൻ രക്തദാതാവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ഒറ്റ തവണ മാത്രമേ ബ്ലഡ് കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ 50 കിലോയിൽ താഴെയാണ്, 45 കിലോയേ ഉള്ളൂ. എപ്പോഴും പറയാറുണ്ട് 50. അത് അങ്ങനെയാണോ? നമ്മുടെ അന്നേരത്തെ SB കണക്കാക്കി ഇപ്പം അതെ, എത്ര പേരെ വേണമെന്നാണ്. അതും കൂടെ അറിയാത്തവർക്ക് വേണ്ടി 12 വരെ കൊടുക്കാം. 12-ന് മുകളിലാണ് ചില ഹോസ്പിറ്റലുകൾ വരുന്നത്. 12.5 ഉണ്ടെങ്കിലും എടുക്കത്തുള്ളൂ എന്ന് പറയുന്നു. 12 കൊടുക്കുന്നുണ്ട്. വെയിറ്റ് 50 കിലോയും മുകളിലും വേണം അല്ലേ? 50 കിലോയും മേളിൽ വേണം. അത് ഇപ്പം നമ്മൾ പല കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടിപ്പോ ആരോഗ്യമുള്ള ഒരാൾക്ക് കറക്റ്റ് 90 ദിവസത്തിന് കാലയളവ്, അതാണ് ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുന്നത്. ശേഷമാണ് ഒരാൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 90 ദിവസത്തിന് ശേഷമാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ 80 ദിവസം കഴിഞ്ഞവരൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പറയുന്നു. ചിലരുടെ ഏജും ആ ഒരു എണ്ണവും കൂടെ തമ്മിലൊരു സിങ്ക് ആയി വരത്തില്ല. ഈ 90 ദിവസം എന്ന് പറയുന്നത്, അതായത് 3 മാസം എന്ന് പറയുന്നു. ഈ 3 മാസം കൂടുമ്പോഴല്ലേ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യന് ഒരു വർഷത്തിൽ 4 തവണയോ 4 തവണയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിലരുടെ ഏജ് വെച്ചിട്ട് നോക്കിയപ്പോ ഇവര് കുറെ എണ്ണങ്ങളൊക്കെ പറയുന്നത്. 2 കാര്യമുണ്ട്. നമ്മൾ പ്ലേറ്റ്ലെറ്റിൽ കൊടുക്കാം. ഓ ശരി. അങ്ങനെ എണ്ണം അങ്ങനെ കണക്കാക്കുന്നത്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഞാൻ പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടില്ല, ബ്ലഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് പിന്നെ ഒരു 40 ദിവസം 50 ദിവസം കഴിഞ്ഞാലും പ്ലേറ്റ്ലെറ്റ് കൊടുക്കാം. അങ്ങനെയാണ് ആ എണ്ണം കൂടുതൽ. ഞങ്ങളെ പോലെയുള്ള നിരവധി സഹപ്രവർത്തകരുണ്ട്. സാഞ്ചേട്ടൻ, ഞാനുണ്ട്, രാജീവേട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളെയൊക്കെ ഈ അവയവദാനത്തിലോട്ടൊന്ന് കൊണ്ടുപോവാൻ സാഞ്ചേട്ടന്റെ എഫേർട്ട് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾ എങ്ങനെ ചെയ്യണം? ഞങ്ങളൊരു പുതിയ, ഞാനാണെങ്കിൽ എനിക്കും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇതെങ്ങനെയാണ്
ചേട്ടന് ചെയ്യാൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കിത് ചെയ്യുന്ന പേടിയാണോ അങ്ങനെ എന്തെങ്കിലും? അവയവം കൊടുക്കും. അവയവം കൊടുക്കും. നമ്മളിപ്പോ ഭയങ്കര പ്രോസസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ അനാവട്ടീവ് വിഭാഗമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവരതിന്റെ പ്രോസീജിയർ കംപ്ലീറ്റ് നമ്മളോട് പറഞ്ഞു തരും. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ എഗ്രിമെന്റ് തയ്യാറാക്കണം, അതെല്ലാം അവർ പറഞ്ഞു തരും. നമ്മളതിന്റെ പത്രം അവർ പറയുന്ന അനുസരിച്ച് പത്രം മേടിക്കുക. പത്രം മേടിച്ചിട്ട് അവരതിന്റെ മാറ്റർ തരും. അത് നമ്മളെല്ലാം പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടുകാർ അത് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ സൈൻ ചെയ്യണം. ഓ, പ്രസൻസ് ഉണ്ടാവണം, അവര് പ്രസൻസ് ഉണ്ടാവണം അല്ലേ? സാൻജേട്ടൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ? തീർച്ചയായിട്ടും. ഞാൻ തയ്യാറായി. എന്റെ വൈഫും അതിനോട് താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് വൈഫ് ഷൈനി ചേച്ചി എപ്പോഴും സാൻജേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ സാജൻ ചേട്ടന്റെ ഈ ഒരു ഇത് എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടാണ് വളരുന്നത്. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് അവിടെ പറഞ്ഞ പോലെ അപരനോടുള്ള കരുതലാണ് സംസ്കാരം എന്ന് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് നമ്മുടെ പ്രവർത്തികളിൽ. 16 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവരുടെ സ്കൂളിലെ ഒരു ബ്ലഡ് ഡൊണേഷന്റെ സംബന്ധിച്ചൊരു ക്ലാസ് എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം 18 വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു യുവാക്കൾക്ക് 2 പേർക്ക് കൊടുക്കാം. യുവതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് 4 മാസം കൂടുമ്പോഴാണ് അവർക്ക് ഡൊണേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാം നമ്മൾ എത്രയും ആൾക്കാരെ കിട്ടും അത്രയും പ്രേരിപ്പിക്കും. കാരണം ഇപ്പം ബ്ലഡിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സമയങ്ങളാണ്. എന്നെ എ പോസിറ്റീവ് ആണ്. ഞാൻ പറയുന്നത് എ പോസിറ്റീവ് ആണ്, ആർക്കും വേണ്ടാത്തൊരു സാധനമുണ്ട്. അത് വല്ലപ്പോഴേ വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്ര ആയുള്ളതെന്ന്. അപ്പൊ ഇപ്പം എ പോസിറ്റീവ് ബി പോസിറ്റീവ് ഏതായാലും വേണം. ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാലഘട്ടം ഇപ്പൊ. പക്ഷെ ഒരുപാട് പേര് ഇതിനായിട്ട് വില്ലിംഗ് ആയി വരുന്നുണ്ട്. അതൊരു അഭിനന്ദനമായ കാര്യമാണ്. ഒത്തിരി പേരുണ്ട്. അവിടെ നമ്മുടെ ഗവൺമെന്റ് അപ്പൊ മക്കളുടെ സ്കൂളില് ബ്ലഡ് കിട്ടാത്ത റെയർ ഗ്രൂപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെടുമ്പോൾ അവരത്. അപ്പൊ അച്ഛന്റെ മക്കളുടെ സ്കൂളില് അച്ഛനാണ് താരം? അങ്ങനെ നമുക്ക് അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പറയാലോ, അച്ഛനാണ് താരം എന്ന് പറയാലോ അല്ലെ? അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നന്നായി. കാരണം ഞങ്ങൾക്ക് അഭിമാനമാണ് സാജൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞങ്ങൾ ഈ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് താങ്കളെ കുറിച്ച് നിരവധി പേര് അറിയട്ടെ, പുറത്തോട്ട് അറിയട്ടെ. കാരണം ഈ ഒരു ഇന്റർവ്യൂ പോലും ഒരു മെസ്സേജാണ്. ഇതൊരു മെസ്സേജാണ്. കാരണം അങ്ങനെ ആരെങ്കിലും ഒക്കെ വില്ലിംഗ് ആയി മുന്നോട്ട് വരട്ടെ. ഒരാളെങ്കിലും വന്നാൽ അത്രയും നല്ലത്. അതെ, നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന പലതും മറ്റുള്ളവർക്ക് യൂട്ടിലൈസേഷൻ ആയി വരട്ടെ എന്ന്. നമ്മൾ ചിലപ്പോൾ ഒരു 100 പേരോട് പറഞ്ഞാൽ ചിലപ്പോൾ 10 പേരായിരിക്കും വരുന്നത്. 10 പേര് വന്നാലും നമ്മൾ അത്രയും സന്തുഷ്ടരാണ്. എന്തായാലും താങ്ക് യു സാജൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു.